രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ലഹരിമരുന്ന് എത്തിക്കുന്ന ടാൻസാനിയൻ പൗരന്മാരെ അതിവിദഗ്ധമായിട്ടാണ് കേരള പോലീസ് പിടികൂടിയത്. കുന്നമംഗലം മുതൽ പഞ്ചാബ് വരെയുള്ള അന്വേഷണ സംഘത്തിന്റെ യാത്ര യഥാർത്ഥത്തിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടിയായിരുന്നു. അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നു. കോഴിക്കോട് കുന്നമംഗലത്ത് നിന്ന് 227 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ അറസ്റ്റിലാകുന്നു. ഇവരെ പിൻപറ്റിയുള്ള അന്വേഷണം ചെന്നെത്തുന്നത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്കും മൈസൂർ വഴി പഞ്ചാബിലേക്കും കേരള പോലീസ് എത്തി. പഞ്ചാബിൽ അറസ്റ്റിലാവുന്നത് 2 ടാൻസാനിയൻ യുവാക്കളാണ്. അതായത് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. 2 പേരും പഞ്ചാബിലെ ഒരു യൂണിവേഴ്സിറ്റിയിലെ BBA അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന 2 വിദ്യാർത്ഥികൾ. ഇവർ വെറും വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇവർ കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തിക്കുന്ന വലിയൊരു ഡ്രഗ് മാഫിയയുടെ ഡീലർമാരാണ്. ഇവരെയാണ് കേരള പോലീസ് പഞ്ചാബിൽ നിന്ന് പിടികൂടി കേരളത്തിൽ ഇവിടെ കുന്നമംഗലത്ത് എത്തിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ടീമായിട്ട് കേരള പോലീസ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് പൊതുവേ അറിയാം, ഇപ്പം ഡി ഹണ്ട് എന്നൊരു പ്രൊജക്റ്റ് തന്നെ ഉണ്ട്. ലഹരിക്കെതിരെയുള്ളൊരു വലിയൊരു DGP മനോജ് വിനോദ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രൊജക്റ്റാണ്. അതിന് ഓരോ ദിവസവും ഓരോ കേസുകൾ പിടിക്കുന്നു, അതിൻ്റെ മോണിറ്റർ ചെയ്യുന്നു, ആ രീതിയിൽ പോവുകയാണ്. ഈ സ്ഥലത്ത് പോകുമ്പോഴാണ് നമുക്ക് പിടിച്ച ഒരു വലിയൊരു കേസ്. ആ വലിയൊരു കേസിലെ ഒരു 227 ഗ്രാം MDMA നമ്മൾ പിടിക്കുകയാണ്. അതിൽ 2 പേരെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ ഡിറ്റക്ഷന് ശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇത് ആര് കൊണ്ടുവന്നു, ആര് തന്നു? ആ കിട്ടിയ ആളുകളെ പോയി അന്വേഷിച്ച് നോക്കുമ്പോൾ നമുക്ക് പല സോഴ്സുകളുണ്ട്. അതിലൊരു സോഴ്സിലുള്ള ഒരാളെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. ആ ട്രയറിൽ നിന്ന് വീണ്ടും നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. സാധാരണ നിൽക്കേണ്ട ഒരു അന്വേഷണം അവിടെ നിർത്താതെ മുന്നോട്ട് പോയപ്പോൾ വേരുകൾ ചെന്നെത്തി നിന്നത് പഞ്ചാബിലാണ്. പഞ്ചാബിലെ ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത് CA സാറാണ്, CA കിരൺ സാറാണ്. സാർ, എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതായിരുന്നു അന്വേഷണം പഞ്ചാബിൽ? ഇതിൻ്റെ വെല്ലുവിളിക്കപ്പുറത്തേക്ക് ഇതിനൊരു സോഷ്യൽ ജസ്റ്റിഫിക്കേഷൻ വേണം. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് തുടച്ചു നീക്കപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഇത് ആദ്യമായിട്ടാണ് നോർത്ത് ഭാഗത്ത് പോയിട്ട് പഞ്ചാബിലേക്ക് പോകുന്നത്. മുമ്പ് ഡൽഹിയിലും ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, ബാംഗ്ലൂരും മറ്റു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. ഭാവി പരിപാടി എന്തൊക്കെയാണ്? ഈ ഡ്രഗിന് എതിരായിട്ടുള്ള പോരാട്ടം കേരള പോലീസ് എങ്ങനെയാണ് ഇനി തുടരുന്നത്? ഞങ്ങൾ പിടിക്കപ്പെടുന്ന ഒരു കരിയറെയോ അതല്ലെങ്കിൽ അത് കൊണ്ടുകൊടുത്ത ഒരാളെയോ മാത്രം വെച്ച് നിർത്തില്ല. മുന്നോട്ട് പോയി ബാംഗ്ലൂർ പോയി അവിടെയും നിർത്താതെ ഞങ്ങൾ ഈ വേരുകൾ തേടി അവിടെ എത്തി. ഇവിടെയും ഞങ്ങൾ നിർത്തുന്നില്ല. ഇനിയും മുന്നോട്ട് പോകാൻ എത്രത്തോളം പറ്റുമെന്ന രീതിയിലേക്കുള്ള രാജ്യാന്തര ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി അറക്കണം എന്ന രീതിയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമ്മൾ നടക്കുന്നുണ്ട്. എന്തായാലും കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഓപ്പറേഷനായി പഞ്ചാബ് ഓപ്പറേഷൻ മാറിയിരിക്കുകയാണ്. ജോം ടിക്കൊപ്പം ആശം സിദ്ധാർത്ഥ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.